ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ പ്രസന്ന. എല്ലാവർക്കും മിനീസ് ഗോർമയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കിയാലോ. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ ഈസി ആയിട്ട് അല്പം വെജിറ്റബിളും റൈസും കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഇപ്പോൾ ഒരു 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യണം. സോക്ക് ചെയ്തേ എടുക്കാം. സോക്ക് ചെയ്ത ശേഷം പിന്നെ നമ്മളിങ്ങനെ അത് വെള്ളം പോകാനായിട്ട് ഇങ്ങനെ വെക്കണം. ഒരു അരിപ്പയിലിങ്ങനെ വെക്കണം. അതൊരു 10 മിനിറ്റ് നേരം വെച്ചേക്കണം. അപ്പോൾ ഇനി അതിന് ശേഷം ഞാൻ ഒരു പാത്രം അടുപ്പിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റ്. വേവിച്ചൂറ്റിയും എടുക്കാം, പക്ഷേ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം. വേവിച്ചൂറ്റി എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് ഒരു 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, സ്റ്റാർ അനീസ് ഉണ്ടെങ്കിൽ അതൊരു ചെറിയ പീസ്, അതിങ്ങനെ കുറേ ഒരു പൂ പോലെ ഇരിക്കില്ല, അതിൻ്റെ ഒരു ഇതിൽ. പിന്നെ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും കൂടെ ഇട്ട ശേഷം ഒന്ന് വഴറ്റിയിട്ട് പിന്നെ നമ്മൾ ഒരു ചെറിയ സവാള, ഒരു 100 ഗ്രാമിനകത്തുള്ള, അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത്, നൈസായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ റൈസ് ചേർത്ത് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് വെള്ളവും ഉപ്പുമൊക്കെ ചേർത്ത് അതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇത്തിരി മൂത്ത് വരുന്നുണ്ട്. നമുക്കിനി അരി ഇട്ട് കൊടുക്കാം. ഞാനത് ഈ അരിയുടെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞു. അപ്പോൾ ഇത് ചേർത്ത് ഇനി അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യും. ഈ അരി ഒന്ന് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റെങ്കിലും ഇങ്ങനെ ഒന്ന് നമ്മൾ ഇളക്കുമ്പോൾ അതിങ്ങനെ വെള്ളമെല്ലാം തീർന്ന് അതിങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പോൾ ഈ പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് തിളച്ച വെള്ളമാണ് ചേർക്കാനുള്ളത്. അപ്പോൾ 2 കപ്പ് അരി ഞാൻ എടുത്തിരിക്കുന്നത് കൊണ്ട് 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കും. ഈ വെള്ളം ചേർത്ത് നമ്മൾ അപ്പം നല്ല ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 2 കപ്പ് അരിക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത ശേഷം പിന്നെ ആ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി ഞാൻ ഇതിനകത്ത് 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം, നന്നായിട്ട് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇത്തിരി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കാം. തീ ഒന്ന് പിന്നെ ഹൈ ഫ്ലെയിം വേണ്ട, തീ കുറച്ച് വെച്ച് അത് കുക്കാകണം. പിന്നെ കുറച്ച് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ അടുപ്പിലോട്ട് മാറ്റണം. തീ അല്ലെങ്കിൽ അത്രയും കുറച്ച് വയ്ക്കണം. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വെള്ളം അങ്ങ് പറ്റും, ചോറ് കുക്കാകുകയുമില്ല. അതുകൊണ്ടാണ് നമ്മൾ തീ കുറച്ച് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം, ഇടയ്ക്കൊന്ന് ഇളക്കി ചോറ് വെന്തോന്ന് നമ്മൾ തന്നെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കണം, ഉപ്പ് ചേർക്കുന്നത് കൂടാതെ. കാരണം അപ്പം ചോറ് പിന്നെ ഒട്ടും ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കത്തില്ല. പിന്നെ ഇങ്ങനെ വയ്ക്കുന്നതായതുകൊണ്ട് അതങ്ങനെ ഒട്ടിയിരിക്കത്തുമില്ല, നല്ലതായിട്ടിരിക്കും. കാരണം നമ്മൾ ചോറ് വേവിച്ച് ഊറ്റിയെടുക്കുന്നതാണെങ്കിൽ അല്പനേരം കഴിയുമ്പോൾ അതിങ്ങനെ ഒട്ടിയിണക്കിരിക്കുക. അപ്പോൾ നമ്മൾ പിന്നെ അത് വേറെ പാത്രങ്ങളിലാക്കി നന്നായിട്ട് തണുക്കാൻ വയ്ക്കും. അല്ലെങ്കിൽ ചിലരൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് മാറ്റി 2 പാത്രത്തിലാക്കി AC ഇട്ടിട്ട് അവിടെ വയ്ക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഫാനിൻ്റെ കീഴിൽ വയ്ക്കാം. എന്തായാലും കൂട്ടി ഇതിൽ തന്നെ വെച്ചേക്കില്ല. ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ഉപ്പൊന്ന് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് അടച്ച് വയ്ക്കാം. തുറന്ന് വെച്ചല്ല കുക്ക് ചെയ്യുന്നത്, അടച്ച് വെച്ചാണ്. തീ കുറച്ചിട്ട് അടച്ച് വയ്ക്കും. ഇനി ഞാൻ 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്ത് ഇതിനകത്ത് ഒന്നുകൂടെ മിക്സാക്കിയിട്ട് നമുക്കിതിനെ അടച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ ഞാനിതിനെ അടച്ച് വയ്ക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ ഇരുന്നത് കുക്കാവും. ഇതിപ്പം നമുക്ക് കുറച്ച് നേരം ഈ അടുപ്പിൽ വെച്ചാൽ പിന്നെ നമുക്കിതിനെ അങ്ങ് ചെറിയ അടുപ്പിലോട്ട് വെച്ച് മാറ്റി വയ്ക്കണം. ഇത് വലിയ
അടുപ്പാണ് ഉണ്ട്. അപ്പോൾ ചെറുതിൽ വെക്കുമ്പം അതേ ഇരുന്നങ്ങ് ബാക്കിയും കൂടെ വെന്ത് കിട്ടും. വലിയ അടുപ്പാകുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വെള്ളം അങ്ങ് പറ്റും, പക്ഷേ അത് കുക്കാകില്ല. അപ്പോൾ നമ്മൾ തിളച്ച് കുറച്ച് കഴിഞ്ഞാൽ ചെറിയ അടുപ്പിൽ വയ്ക്കുമ്പോൾ അതേ ഇരുന്ന് അങ്ങനെ അത് വെന്ത് കിട്ടും. ഇടയ്ക്ക് നമ്മൾ തുറന്ന് ഇങ്ങനെ ഇളക്കി നോക്കണം, വെള്ളം ഉണ്ടോ ഇല്ലേന്ന് ഇങ്ങനെ നമ്മൾ നോക്കണം. എന്നിട്ട് വെള്ളം കംപ്ലീറ്റ് വറ്റപ്പം നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ അങ്ങനെ വെച്ചിട്ട് പിന്നെ തുറന്ന് മാറ്റി പകുതി വേറൊരു പാത്രത്തിലോട്ടാക്കി നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇതങ്ങ് വെന്ത് കുഴഞ്ഞു പോകത്തില്ല, ഒരു വെന്ത് കിട്ടും, പക്ഷേ അങ്ങ് വെന്ത് കുഴയത്തില്ല. ഇതിപ്പോൾ 8 മിനിറ്റ് എടുത്ത് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി. ഇനി ഒരു ചെറിയ ഈർപ്പമുണ്ട്, ഞാനൊരു 2 മിനിറ്റ് ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കും. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് നല്ല ചുവട് കട്ടിയുള്ള നല്ല കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക്. ഇനി നമുക്ക് വെജിറ്റബിൾ, ഒരു 3/4 കപ്പ് ക്യാരറ്റും, ഒരു 3/4 കപ്പ് ബീൻസ് ചെറുതായി അരിഞ്ഞത്, 1/2 ക്യാപ്സിക്കം, 1 കപ്പ് കാബേജ് നീളത്തിലരിഞ്ഞതും, പിന്നെ സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീനും പിന്നെ അതിൻ്റെ വൈറ്റ് സെപ്പറേറ്റും, പിന്നെ ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, ഒരു ചെറിയ സവാളയും. അപ്പോൾ ചോറ് ഞാൻ 2 പാത്രത്തിലാക്കി തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു ഇരുമ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചൈനീസ് വോക്ക് ഇതിലും വലുതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചോറും കൂടി ഇട്ട് മിക്സാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഞാൻ ഇതിലത്തെ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. കോക്കനട്ട് ഓയിൽ എടുക്കരുത് ഒരിക്കലും. ഇനി ഇതിൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഇഞ്ചി ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്. ഗ്രീൻ പാർട്ട് മാറ്റി വെച്ചേക്കണം, നമ്മൾ അവസാനമേ ചേർക്കത്തുള്ളൂ. പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത്, അതൊരു 70 ഗ്രാമൊക്കെ വരും. അപ്പോൾ ഇത്രയും കൂടി നമ്മൾ ആദ്യം ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കും. പിന്നെ ഒരു പച്ചമുളക്, ഒട്ടും എരിവില്ലാത്തതാണെങ്കിൽ 2 എടുക്കാം. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, സ്പ്രിങ്ങിനിയൻ്റെ വൈറ്റ് പാർട്ട്, സവാള, പച്ചമുളക്, ഇത്രയും കൂടിയാണ് നമ്മൾ വഴറ്റാൻ പോകുന്നത്. ഇതിനകത്തിട്ട് അതൊന്ന് ബ്രൗൺ ഒന്നും ആകണ്ട, കുറച്ച് സോഫ്റ്റ് ആയാൽ മതി. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ നല്ലതായിരിക്കണം. ഈ ചോറ് വയ്ക്കുന്ന പാത്രമൊക്കെ കട്ടിയുള്ളതായിരിക്കണം. ഇത് മിക്സ് ആക്കാനുള്ളത് വലിയ പാത്രമാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലൊന്നിനും എടുക്കരുത്. പിന്നെ നല്ല ഫ്ലെയിം ഇട്ടിട്ട് വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. ചെറിയ തീയിലിട്ട് നമ്മൾ വഴറ്റാൻ പാടില്ല ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇതൊന്ന് വഴറ്റി അപ്പം ഞാനിതാ സവാള ചേർത്ത് കൊടുത്ത്, ഇനി സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം വെജിറ്റബിൾ ചേർക്കും. പിന്നെ സോസ് എല്ലാം അടുത്ത് തന്നെ വെച്ചേക്കണം, കാരണം ഇതിങ്ങനെ അടുപ്പിട്ടിട്ട് നമ്മൾ സോസ് എടുക്കാൻ പോകുകയാണെങ്കിൽ ഇത് കരിഞ്ഞു, പിന്നെ ആ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റേ വരില്ല. അപ്പോൾ എല്ലാം തൊട്ടടുത്ത് നമ്മൾ ടേബിളിൽ വെച്ചേക്കണം. പെട്ടെന്ന് നമുക്കിങ്ങനെ അരിഞ്ഞടുത്ത് വെച്ചിരുന്നാൽ തട്ടിയിട്ട് കൊടുക്കാം. അല്ല ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ അവർ തട്ടിയിട്ടിരുന്ന് നമുക്ക് മിക്സാക്കാം, അത് നല്ലതാണ്. അപ്പോൾ ഞാനിത് ഇതിനകത്ത് ക്യാരറ്റ് ചേർത്ത് ബീൻസ് ചേർത്ത് അതിന് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിന് വെള്ളം ഒട്ടും ചേർക്കാത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകണം. സോഫ്റ്റ് ആയ ശേഷം ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് വഴറ്റിയ ശേഷം കാബേജ് ചേർക്കാം. ഇതൊരു 3 മിനിറ്റാണ്. ഞാനിനി ഇപ്പോൾ കാബേജും ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നല്ല ഫ്ലെയിമിലാണ് ഇട്ട് വഴറ്റി കൊടുക്കുന്നത്. ഇത് അധിക നേരം വഴറ്റണ്ട. ക്യാപ്സിക്കമൊക്കെ ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി. കാബേജും ക്യാപ്സിക്കവും വളരെ സോഫ്റ്റാണ്. കാബേജും ക്യാപ്സിക്കവും ഒക്കെ സോഫ്റ്റ് അല്ലേ, അപ്പം നമ്മൾ 2 മിനിറ്റ് വഴറ്റിയാൽ മതി. അതിനുശേഷം നമുക്ക് സോസും വിനീഗറും ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. വെജിറ്റബിൾ ചേർത്ത് നമ്മൾ ഇത്രയാണ് ചേർക്കാനുള്ളത്. ഞാൻ ഇനിയിപ്പം സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് നമ്മളിങ്ങനെ 1.5 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചേക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയ ശേഷം പിന്നെ 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ വിനീഗർ, പിന്നെ പെപ്പർ സോൾട്ട്. സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സോസിനൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. പിന്നീട് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ
ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്ത ശേഷം ഇനി ഒരു ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അപ്പം 1 ടീസ്പൂൺ മതി, അത് കൂടുതൽ വേണ്ട. പിന്നെ ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൽ നമ്മൾ ചേർക്കേണ്ടുന്ന ഒരു കാര്യം സെലറിയാണ്. സെലറി ഭയങ്കര ടേസ്റ്റാണ് അതിങ്ങനെ കടിക്കുമ്പോൾ അത് ഇതിൽ ചേർത്താൽ. ഞാൻ 1 ടീസ്പൂൺ ചില്ലി സോസാണ് ഇപ്പോൾ ചേർത്തത്. പിന്നെ ഇനി 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന നല്ല പെപ്പർ പൗഡറാണിത്. പിന്നെ ഈ എരിയും പുളിയും ഒക്കെ ക്രമീകരിക്കാനാണ് ഞാനിപ്പം 1/2 ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ വിനീഗർ ചേർക്കണം. അപ്പോൾ ഞാനിനിയിപ്പം ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് 1/2 ടീസ്പൂൺ ഉപ്പും ചേർക്കും. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഒന്നും ചേർക്കാനില്ല. പിന്നെ നമ്മൾ ചോറുമായിട്ട് മിക്സ് ചെയ്ത ശേഷം ലാസ്റ്റിൽ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ അതൊരു 3 ടേബിൾ സ്പൂണുണ്ട്. അതിങ്ങനെ മീതെ ഇട്ടിട്ട് പിന്നെ കാഷ്യൂനട്ടും കിസ്മിസും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും വറുത്ത് അതും കൂടി ചേർക്കാം. ഞാൻ ഉണ്ടെങ്കിൽ ചേർക്കാറുണ്ട്, ചിലപ്പോൾ ചേർക്കാറില്ല. അപ്പോൾ ഞാനിത് ഇതിനകത്തോട്ടിട്ട് ഈ ഇരുമ്പ് ചട്ടിയിൽ തന്നെ ചോറ് തട്ടിയിട്ടങ്ങ് മിക്സാക്കി. ഇത് ഒട്ടും കട്ടയാവുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇത് ഒന്ന് മിക്സാക്കിയ ശേഷം തിരിച്ച് ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിലോട്ട് തന്നെ കോരി വെച്ചിട്ട് അതിൻ്റെ മീതെ സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞതും ചേർത്ത് അടച്ച് വയ്ക്കും. പിന്നെ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാം. ചൂടോടെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിത് ഇതിനകത്തോട്ട് പകർന്ന് വെച്ചിരിക്കുന്നതാണ്. ഇനിയിപ്പം സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഭാഗം അത് ഒരു 3 ടേബിൾ സ്പൂണുണ്ട്. അത് വിതറിക്കൊടുത്ത് പിന്നെ ഞാനിനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത് സാലഡ്, പപ്പടവും അച്ചാറും. നല്ല ടേസ്റ്റാണ്. പിന്നെ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം, ഒരു 1/4 കപ്പ് കേട്ടോ. അത് കുക്ക് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഫ്രഷ് ആണെങ്കിലും ഫ്രോസൺ ആണെങ്കിലും ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്ത ശേഷമാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് അപ്പാടെ ചേർക്കില്ല. അപ്പോൾ ഞാനിനി പപ്പടം വറുക്കട്ടെ. പപ്പടവും റൈത്തയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഈ ഫ്രൈഡ് റൈസ് തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. 2 ദിവസം മുൻപ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ സെലറി ചേർത്ത് ഞാൻ കാണിച്ചിരുന്നത്. ഇതാണ് സെലറി. ഞാനിതൊരു 3 കപ്പ് അരിക്ക് ഇത്ര സെലറി, 2 തണ്ട് സെലറിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഈ കാബേജ് ചേർക്കാം വൈറ്റിന് പകരം കേട്ടോ. പിന്നെ ഇത് ഞാൻ റൈസ് വെള്ളം ഒഴിച്ചിങ്ങനെ കുക്ക് ചെയ്തെടുത്തതാണ്. അതിന് പക്ഷേ ഈ നല്ല വൈറ്റ് കളർ ഇരിക്കും ഫ്രൈഡ് റൈസ്. മറ്റേതാണ് ടേസ്റ്റ്. ഇത് ഞാൻ 2-3 ആഴ്ച മുന്നേ റെഡിയാക്കി വെച്ചതായിരുന്നു. പക്ഷേ ഞാനൊന്ന് വീണു, റെസ്റ്റിലായിരുന്നു ഇത്രയും ദിവസം. അതുകൊണ്ടാണ് വ്ളോഗൊന്നും ഇടാൻ പറ്റാഞ്ഞത്. താങ്ക് യു. ബൈ.